എമ്പുരാൻ എന്ന ചലച്ചിത്രത്തെ ബഹിഷ്കരിക്കാൻ RSSും സംഘപരിവാർ സംഘടനയും തുനിയുകയാണെങ്കിൽ പടത്തിൻ്റെ കളക്ഷൻ സർവകാല റെക്കോർഡിലേക്ക് എത്തും എന്ന് തന്നെയാണ് പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഈ ചലച്ചിത്രത്തെക്കുറിച്ച് വിശദമായ ഫേസ്ബുക്ക് കുറിപ്പ് നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. സിനിമയുടെ മേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട വിഷയവും, അതുപോലെ തന്നെ നരോദ പാത്തിയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു റഫറൻസ് അവിടെ നടന്നു എന്ന് സംഘികൾ ഇപ്പോൾ ആരോപിക്കുമ്പോൾ വല്ലാതെ അവരസ്വസ്ഥരാകുന്നതിൽ ഒട്ടും അത്ഭുതം തോന്നുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചിരിക്കുന്നത്. ആസ്വാദകർക്ക് സംഘികൾ ബഹിഷ്കരിച്ചാൽ അത്രയും സമാധാനത്തോടെ ഇരുന്ന് സിനിമ കാണാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കേരള സ്റ്റോറിയും അതുപോലുള്ള ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സംഭവങ്ങളും എടുക്കുമ്പോൾ സംഘികൾക്ക് വലിയ രീതിയിൽ രാജ്യസ്നേഹം ഉണർത്തുന്ന സിനിമ എന്ന് തട്ടിവിട്ട് വ്യാജ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയവർക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പൊള്ളുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിലും പ്രതികരിച്ചത്. റോജി M. ജോണും ഷിബു ബേബി ജോണും നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖർ ഈ ചലച്ചിത്ര ആവിഷ്കരണത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലരും പറയുന്നു ജിഹാദികളുടെ പണം വാങ്ങി ജിഹാദികളുമായുള്ള ബന്ധം അന്വേഷിക്കണം, പൃഥ്വിരാജ് ജിഹാദികളുമായി സഖ്യം കൂടിയിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്തൊരു അസംബന്ധമാണ്! സാധാരണഗതിയിൽ വലത് നിരീക്ഷകനായ രാഹുൽ ഈശ്വർ എല്ലാ കാലത്തും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ അതിനെ എല്ലാ തരത്തിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നു, ഈ ചലച്ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മുരളി ഗോപി ആയിരുന്നാലും, പൃഥ്വിരാജ് സുകുമാരനായിരുന്നാലും, മോഹൻലാൽ ആയിരുന്നാലും, സുജിത് വാസുദേവ് ആയിരുന്നാലും ഒക്കെ ഹൈന്ദവരാണ്, ഹിന്ദുക്കളാണ്. അവർ സംഘികളല്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത്? സിനിമയുടെ ഷോസും കളക്ഷനും കൂടിയിരിക്കുന്നത് ഇതിന് കൃത്യമായ കാരണമാണ്. അതായത് ഒരു ഫോൾസ് നറേറ്റീവ് കൊടുത്ത് ഈ സിനിമയ്ക്കെതിരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാർ സംഘടന ഒരു സിനിമയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന കാഴ്ച, അത് പറഞ്ഞറിയിക്കുന്നതിലും ദൂരവ്യാപകമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ചലച്ചിത്രം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയം എന്നത് ഗോത്ര കലാപത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കോടതി ശിക്ഷിച്ചതാണ് ഈ കലാപവുമായി ബന്ധപ്പെട്ട ആളുകളെ. ഇതിനകത്ത് സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അഭിമുഖം, അത് പച്ചയ്ക്ക് പറയാൻ കൊള്ളാത്ത വിധത്തിൽ അത്രയും മലീനസമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയാണ്. ഒരിക്കലും മതേതരത്വത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്.